വെള്ളപ്പുക വന്ന വരെ വേറെ രക്ഷയില്ല. അതുകൊണ്ടാണ് സഖാവ് ഡബിള റഹീം ഇപ്പോൾ ഒളിവിലാണ്. ഇനിയിപ്പോൾ പാർട്ടി തീരുമാനം രഞ്ജിത്തിനെതിരാണെങ്കിൽ അപ്പോൾ റഹീം ചാടി എഴുന്നേക്കും. റഹീം അപ്പോൾ പറയും ഇപ്പോൾ രാജിവെക്കും. പാർട്ടി തീരുമാനം രഞ്ജിത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാണെങ്കിൽ റഹീം പറയും ആ സഖാബിനെ ആക്ഷേപിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ട്. സജി ചെറിയാനാണ് ആദ്യം ആ സ്ഥാനത്ത് നിന്നും ഏറ്റവും കുറഞ്ഞ പ്രകാരം ഇയാളിൽ നിന്ന് ആ സാംസ്കാരിക വകുപ്പെങ്കിലും എടുത്ത് മാറ്റും. വിദ്യാഭ്യാസം ഇല്ലാത്തവൻ വിദ്യാഭ്യാസം അതിനായിട്ടിരിക്കുന്നു. വിദ്യാഭ്യാസത്തിന്റെ സ്പെല്ലിംഗ് അറിയാത്തവൻ. സംസ്കാരം എന്നുള്ളത് അവന്റെ അടുത്തതിന്റെ പിന്നത്തെ പറമ്പിൽ കൂടി പോകാത്തവൻ, അതിന്റെ പിന്നത്തെ പുരയിടത്തിൽ കൂടി പോകാത്തവൻ സാംസ്കാരിക മന്ത്രിയായിട്ട്. ഇതുപോലൊരു അധപ്പതനം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടു. എത്ര ചീഞ്ഞ മന്ത്രിസഭകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ആളുകൾ മാത്രം മന്ത്രിമാരായിട്ടുള്ള ഒരു മന്ത്രിസഭ കേരള ചരിത്രത്തിലുണ്ട്. ഓരോരുത്തരും ചെയ്ത പാപം അവരവർ തന്നെ അനുഭവിച്ച് തീരണ്ടേ. അതുകൊണ്ട് നമ്മൾ സജി ചെറിയാനെ സഹിക്കണം, സജി ചെറിയാനെയും ചുമക്കണം. പക്ഷെ ഇയാളുടെ ഈ ഭീകരമായ വിവരക്കേടുണ്ട്. അതിന് യാതൊരു ചികിത്സയും ഇല്ല. കാരണം 5 വയസ്സിലെ വിവരമോ 10 വയസ്സിലെ ബുദ്ധിയോ ആ മനുഷ്യന്റെ അടുത്ത കൂടി പോയിട്ടില്ല. തടി മാത്രമേ ഉള്ളൂ. പൊണ്ണത്തടിയനെ എന്തിനു കൊള്ളാം, നല്ല പുരക്കൊരു തൂണിന് കൊള്ളാം എന്ന് പറഞ്ഞത് സത്യത്തിൽ ഈ മാന്യദേഹത്തിന് വളരെ വളരെ അന്വർത്ഥമായി